നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഒരാളെ കാണാനില്ല. സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ഒരു വലിയ അപകടമാണ് ഉണ്ടായത്. ഈ പെട്ടെന്ന് ബേസ്മെന്റിലേക്ക് ഇങ്ങനെ വെള്ളം കയറാനുള്ള സാഹചര്യം എന്തായിരുന്നു? കനത്ത മഴയുണ്ടെന്നറിയാം, പക്ഷേ ബേസ്മെന്റിൽ വെള്ളം കയറി, അതും 2 പേരുടെ മരണത്തിനിടയാക്കുന്ന രീതിയിൽ വെള്ളം കയറിയ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? പ്രജിൻ, ഇന്ന് രാത്രി 7 മണിയോടെ ഓൾഡ് രാജേന്ദ്ര നഗറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ ഒരു അപകടമായ നിലയിൽ വെള്ളം കയറുകയും ഇതിൽ 3 വിദ്യാർത്ഥികൾ ഈ വെള്ളപ്പൊക്കത്തിൽ പെടുകയുമാണ് ഉണ്ടായത്. ഇതിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3ാമത്തെ വിദ്യാർത്ഥിക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അഗ്നിരക്ഷാസേനയും NDRF സംഘവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നത്. ഇതിന്റെ കാരണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഡ്രെയിനേജ് പൊട്ടി ഒഴുകിയതാണ് ഇത്തരത്തിൽ ബേസ്മെന്റിലേക്ക് വെള്ളം നിറയുന്നതിന് ഇടയാക്കിയതെന്നുള്ളതാണ് മേയർ ഷെല്ലി ഒബ്രോയ് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷെ അതൊരു സ്ഥിരീകരണമായിട്ടല്ല പറയുന്നത്. കാരണം ഇതിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ സംഭവത്തിന്റെ പൂർണ്ണമായൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മേയർ നൽകുന്ന ഒരു വിശദീകരണം. മറിച്ച് ഡൽഹി മന്ത്രി അതിഷി ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ BJP വലിയൊരു ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാളാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളൊരു ആരോപണമാണ് MP ബാൻസുരി സ്വരാജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ 3ാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെതായ ഒരു ഘട്ടത്തിൽ പുരോഗതിയുടെ ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രജിൻ, അച്യുതൻ, ഇത് മഴ കൊണ്ടുണ്ടായ വെള്ളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണോ? കാരണം ഇപ്പോൾ പറയുന്നത് ഡ്രെയിനേജ് പൊട്ടിയിട്ടാണ് ഈ വെള്ളം ഉണ്ടായത്, വെള്ളം ഇങ്ങനെ ബേസ്മെന്റിലേക്ക് വന്നതെന്ന് പറയുന്നു. കാരണം നമ്മൾ ആ സെന്ററിന്റെ മുൻവശത്തൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെയൊന്നും നമുക്കങ്ങനെ വെള്ളക്കെട്ട് കാണാനുമില്ല. അപ്പോൾ മഴ പെയ്തതല്ല കാരണം എന്ന് തന്നെ പറയാമോ? പ്രജിൻ, ഇന്ന് വൈകുന്നേരം മുതൽ ഡൽഹിയിൽ പൊതുവെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതാണ് ഇതിനൊരു കാരണത്തിലേക്ക് നയിച്ചത്. അതായത് ഡ്രെയിനേജിലേക്ക് അമിതജലം ഒഴുകിയെത്തുകയും ഈ ഡ്രെയിനേജ് പൊട്ടി ബേസ്മെന്റിലേക്ക് വെള്ളം കയറിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥിരീകരണം, അതാണോ കാരണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു ഘടകം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രാഥമിക അന്വേഷണം അത് പൂർത്തിയായതിനു ശേഷം അതിന്റെ ഒരു സ്ഥിരീകരണം നടത്താമെന്നുള്ളത് മേയർ അറിയിക്കുന്നു. ഇതിൽ ആരുടെ വീഴ്ചയാണെങ്കിലും MC-യുടെ ഭാഗത്തു നിന്നും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കും. മറിച്ച് രാഷ്ട്രീയപരമായി ആരോപണം ഉന്നയിക്കേണ്ട ഒരു സമയമല്ല എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും നിലവിൽ 3ാമത്തെ കുട്ടിക്കായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. നിരവധി മലയാളി വിദ്യാർത്ഥികളും ഈ കോച്ചിംഗ് സെന്ററിൽ പഠിക്കുന്നതായുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മരിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും 3 വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിൽ പെട്ടത് എന്നുള്ള സ്ഥിരീകരണമുണ്ട്. അതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. പ്രജിൻ, ശരി. ഡൽഹിയിലാണ് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 2 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഇപ്പോൾ മന്ത്രി അതിഷി ഉത്തരവിട്ടിട്ടുണ്ട്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ഇനി മറ്റ് വാർത്തകളിലേക്ക്. വിമാനയാത്രാ നിരക്കിലെ ക്രമാതീതമായ വർധന പൗരാവകാശ നിഷേധമെന്ന് ICF കുവൈറ്റ്. എല്ലാ വിഭാഗം പ്രവാസികളുടെയും കൂട്ടായ്മയ്ക്ക് ICF ജനകീയ സഭയിൽ നിർദ്ദേശമുണ്ടായി. നീതീകരിക്കാനാവാത്ത ടിക്കറ്റ് നിരക്ക് വർധനവിലൂടെയും ഷെഡ്യൂൾ മാറ്റങ്ങളിലൂടെയും വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൗരാവകാശ നിഷേധമെന്ന് ICF കുവൈറ്റ് സംഘടിപ്പിച്ച ജനകീയ സഭയിൽ അഭിപ്രായമുയർന്നു. പൗരാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നതെന്ന് അവസാനിക്കാത്ത ആകാശചതികൾ എന്ന ടൈറ്റിലിൽ ICF കുവൈറ്റ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിലുയർന്ന പൊതു അഭിപ്രായം.
ഷെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്യുകയോ ഒരു പരിധിക്കപ്പുറം വൈകുകയോ ചെയ്യുമ്പോൾ മാന്യമായ നഷ്ടപരിഹാരവും ബദൽ സംവിധാനങ്ങളും ഒരുക്കാൻ ലോകത്തെ മുൻനിര എയർലൈനുകൾ സന്നദ്ധരാകാറുണ്ട്. എന്നാൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് പെരുമാറുന്നതെന്നും സ്വാതന്ത്ര്യം നേടി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രവാസികൾക്ക് വോട്ടവകാശം പോലും ശരിപ്പെടുത്താൻ കഴിയാത്ത സംവിധാനങ്ങൾ പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ പൊള്ളത്തരം കാണേണ്ടതുണ്ടെന്നും പൊതു അഭിപ്രായം ഉയർന്നു. വോട്ടവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, സർക്കാർ കാര്യാലയങ്ങളിലെ മാന്യമായ പെരുമാറ്റം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പ്രവാസ ലോകത്തെ വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളുടെ ഏകോപനം സാധ്യമാക്കി മുന്നോട്ടു പോകണമെന്ന് ജനകീയ സഭയിൽ ആവശ്യമുയർന്നു. അലവി സക്കാഫി തഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീഹ് കിഴക്കേതിൽ കീനോട്ട്സ് അവതരിപ്പിച്ചു. അബ്ദുള്ള വടകര മോഡറേറ്ററായിരുന്ന പരിപാടിയിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സുരേഷ് മാത്തൂർ OICC, ജലിൻ തൃപ്പയാർ മീഡിയ ഫോറം, ഡോക്ടർ മുഹമ്മദ് അലി KMCC, അൻസാരി കല, OP ഷറഫുദ്ദീൻ KKMA, ഹാരിസ് പുറത്തിൽ RSC തുടങ്ങിയവർ പങ്കെടുത്തു. റസാഖ് സക്കാഫി സ്വാഗതവും സമീർ മുസ്ലിയാർ നന്ദിയും രേഖപ്പെടുത്തി. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ഖത്തർ രാജകുടുംബത്തെ ബന്ധപ്പെടാൻ ആൾമാറാട്ടം നടത്തിയ മുംബൈ സ്വദേശി അറസ്റ്റിൽ. മുംബൈ ജുഹു സ്വദേശി രവികാന്താണ് മഹാരാഷ്ട്ര സൈബർ സെല്ലിന്റെ പിടിയിലായത്. NCPയുടെ രാജ്യസഭാ MP പ്രഫുൽ പട്ടേലാണെന്ന് വിശ്വസിപ്പിച്ച് ഖത്തർ രാജകുടുംബത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന് ഇയാൾ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു. പ്രഫുൽ പട്ടേലിന്റെ ഓഫീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ദുബായിലെ റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കാർ സ്റ്റണ്ടിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പോലീസിന്റെ നടപടി. വാഹനം പോലീസ് പിടിച്ചെടുത്തു. തിരിച്ചു ലഭിക്കണമെങ്കിൽ 50,000 ദിർഹം പിഴയടക്കണം. നാദൽ ഷബയിലെ റൗണ്ട് അബൌട്ടിലൂടെ 2 ടയറിൽ ബാലൻസ് ചെയ്ത് വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസ് ആപ്പിലെ പോലീസ് സേവനം വഴിയോ VR ഓർ പോലീസ് സേവനമായ 901 വിളിച്ചോ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. വിവാദമുണ്ടാക്കി സിനിമാ പ്രൊമോഷൻ നടത്തുന്ന വ്യക്തിയല്ല താനെന്ന് നടൻ ആസിഫ് അലി. വിവാദമുണ്ടായതുകൊണ്ട് സിനിമയ്ക്ക് ആള് കയറില്ല. രമേശ് നാരായണൻ വിഷയം വിവാദമാക്കേണ്ട ഒന്നല്ലെന്നും ആസിഫ് അലി പറഞ്ഞു. തന്റെ പുതിയ ചിത്രമായ അഡിയോസ് അമിഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ഉണ്ടായ വിഷയം വിവാദമാക്കേണ്ട ഒന്നല്ല എന്നും അതിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല എന്നും ആസിഫ് അലി പറഞ്ഞു. വിവാദമുണ്ടായതുകൊണ്ട് സിനിമയ്ക്ക് ആള് കയറുമെന്ന് വിശ്വസിക്കുന്നില്ല. വിവാദമുണ്ടാക്കി സിനിമാ പ്രൊമോഷൻ നടത്തുന്ന വ്യക്തിയല്ല താനെന്നും നടൻ ആസിഫ് അലി വ്യക്തമാക്കി. വിവാദത്തിന് സാധ്യത പോലും ഇല്ലായിരുന്നു. അത് സംഭവിച്ചു, അത് കഴിഞ്ഞു. അതിന് വളരെ കൃത്യമായ ഒരു ക്ലൈമാക്സ് ഉണ്ടായി, അത് കഴിഞ്ഞു. അതൊരിക്കലും ഞാൻ മെറ്റീരിയലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അത് ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴാണ് ഞാനും ഇത് ഇത്ര വലിയ പ്രശ്നമായി പറഞ്ഞത്. അത് കഴിഞ്ഞു. അതും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സിനിമ കാണാൻ ഒരാൾ കൂടുതൽ കയറുമെന്നോ ഒരു സിനിമയ്ക്ക് റീച്ച് കിട്ടുന്നോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തനിക്കൊരു വിഷമമുണ്ടായി എന്നറിഞ്ഞ് തന്നെ സാന്ത്വനിപ്പിക്കാൻ ആളുകൾ കാണിച്ച മനസ്സിനെ ഏറെ വിലമതിക്കുന്നുവെന്നും ആ പിന്തുണ നൽകുന്ന ധൈര്യം വളരെ വലുതാണെന്നും ആസിഫ് അലി പറഞ്ഞു. റൊഷാക്കിന്റെ ട്രെയിലർ വന്ന സമയത്ത് മുഖംമൂടി ഇട്ടിരുന്ന എൻ്റെ കണ്ണ് തിരിച്ചറിഞ്ഞ് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ട്. എൻ്റെ കണ്ണ് കണ്ടാലും ഇന്ന് മലയാളിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ കിട്ടിയ ഒരു സപ്പോർട്ടാണിത്. ഇത്രയും അത് ആ പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലാകാതെ എനിക്കൊരു വിഷമം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ കാണിച്ച ആളുകളുടെ ഒരു മനസ്സ്, അത് ഭയങ്കര ധൈര്യമാണ്. ദുബായിൽ തന്റെ പുതിയ ചിത്രമായ അഡിയോസ് അമീഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ സുരാജ് വെഞ്ഞാറമൂട്, സംവിധായകൻ നഹാസ് നാസർ, തിരക്കഥാകൃത്ത് തങ്കം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യൻ നൈറ്റ് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. റാപ്പ് ഗായകൻ ഡബ്സി, ബോളിവുഡ് ഗായകരായ നിഖിത ഗാന്ധി, സൽമാൻ അലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് ആസ്വാദകരാണ് പരിപാടിക്കായി എത്തിയത്. പുതുതലമുറ നെഞ്ചേറ്റിയ റാപ്പ് സംഗീതത്തിലും ബോളിവുഡ് ഗാനങ്ങളിലുമായി മുഴുകുകയായിരുന്നു ഇന്നലെ രാത്രി ജിദ്ദയിലെ സംഗീതാസ്വാദകർ.
ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യ നൈറ്റ് പ്രമുഖ ഗായകരുടെ പ്രകടനം കൊണ്ടും ആസ്വാദകരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ആദ്യമായി സൗദിയിൽ പാടുന്ന റാപ്പ് ഗായകൻ ഡാബ്സിയെ യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആരാധകർ ഏറ്റെടുത്തു. ബോളിവുഡ് പിന്നണി ഗായകരായ നികിത ഗാന്ധി, സൽമാൻ അലി എന്നിവരുടെ തത്സമയ സംഗീത പരിപാടി സ്വദേശികൾ ഉൾപ്പെടെയുള്ള സദസ്സിന് നവ്യാനുഭവമായിരുന്നു. നടി ഗഹൂർ അലി ഖാനായിരുന്നു അവതാരക. സഞ്ജീത് ഗ്രൂപ്പിന്റെ നൃത്തങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ജിദ്ദ ഇക്വസ്ട്രിയൻ ക്ലബ്ബ് മൈതാനത്ത് നടന്ന പരിപാടി പുലർച്ചെ 2:30 അവസാനിച്ചത്. ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ ഏഷ്യൻ രാജ്യങ്ങളുടെ കമ്മ്യൂണിറ്റി ഇവന്റുകളുടെ തുടക്കമായാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നൈറ്റ് സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 2 പാകിസ്ഥാൻ ആൻഡ് ഇന്തോനേഷ്യൻ നൈറ്റും 9 ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്കൻ നൈറ്റും 15 ഫിലിപ്പൈൻസ് ആൻഡ് നേപ്പാളീസ് നൈറ്റും ഉണ്ടാകും. ജലീൽ കണമകലം, 24 ജിദ്ദ. ഖത്തറിൽ ഹ്രസ്വ സന്ദർശനത്തിനായി എത്തിയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദിന് സംസ്കൃതി ഖത്തർ സ്വീകരണമൊരുക്കി. ദോഹ ഹിലാൽ കലാക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷനായി. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ EM സുധീർ, സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരീക്കുളം, സെക്രട്ടറി ബിജു P മംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തറിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. കോട്ടയം കാഞ്ഞിരപ്പള്ളി ആനക്കൽ സ്വദേശി 23 വയസ്സുകാരനായ തോമസ് മാത്യു ആണ് മരിച്ചത്. ഹോളിഡേ വില്ല ഹോട്ടലിൽ ഷെഫായിരുന്നു. മാത്യു കുട്ടി ഷെർലി മാത്യു ദമ്പതികളുടെ മകനാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. കുവൈറ്റിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ തിരുവല്ല സ്വദേശി അന്തരിച്ചു. തിരുവല്ല മുണ്ടുകുഴിയിൽ ജോർജ് ഫിലിപ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 66 വയസ്സായിരുന്നു. കുവൈറ്റ് മഹാ ഇടവക സെയിന്റ് സ്റ്റീഫൻ പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറി എമിൽ ജോർജ് ഫിലിപ്പിന്റെ പിതാവും മഹാ ഇടവക മെമ്പറുമാണ്. സൗദിയിൽ OICC ജിസാൻ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ജിസാൻ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കാൻ തീരുമാനമായി. ജെയ്സൺ ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രസിഡന്റ് നാസർ ചേലാമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. OICC ആക്ടിംഗ് പ്രസിഡന്റ് റിയാസ് മട്ടന്നൂർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കുറ്റുംബ, നജീബ് കല്ലറ, റിയാസ് KP ഷാജി എന്നിവർ സംസാരിച്ചു. ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് സെന്ററും മഞ്ഞപ്പട ഖത്തർ വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പർവീന്ദർ ബുർജി ക്യാമ്പിന്റെ ഉദ്ഘാടനവും ദീപേഷ് ഗോവിന്ദൻകുട്ടി ജേഴ്സി പ്രകാശനവും നിർവഹിച്ചു. അബുഹമൂർ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് സമ്മർ ക്യാമ്പ് നടക്കുന്നത്. ജെറ്റി ജോർജ്, രാജേഷ്, അബൂബക്കർ, അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി ഖത്തർ ഇൻകാസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഖത്തർ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 7 വരെ നീണ്ട ക്യാമ്പിൽ 150ഓളം ഇൻകാസ് പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വൈഭവ് തണ്ടാലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി മനു ഭാക്കർ ഫൈനലിൽ. എന്നാൽ പുരുഷ താരങ്ങളും മിക്സഡ് ടീമുകളും നിരാശപ്പെടുത്തി. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഇന്ത്യക്ക് പ്രതീക്ഷയോടെ വെടിയൊച്ച. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്രത്തിലേക്കാണ് മനു ഭാക്കർ നിറയൊഴിച്ചത്. ഇനി ഇന്ത്യയുടെ കാത്തിരിപ്പ് ഒളിമ്പിക് ഷൂട്ടിംഗിലെ ഇന്ത്യയുടെ ആദ്യ വനിതാ മെഡൽ ജേതാവിനായി. യോഗ്യതാ റൗണ്ടിൽ 580 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ് മനു ഫിനിഷ് ചെയ്തത്. 1ഉം 2ഉം സ്ഥാനക്കാർ നേടിയത് 582 പോയിന്റ്. നാളെ ഇന്ത്യൻ സമയം 3:30-നാണ് ഫൈനലിന് തുടക്കമാവുക. അതേസമയം 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ 2 സംഘങ്ങൾക്കും ഫൈനലിന് യോഗ്യത നേടാനായില്ല. രമിത അർജുൻ സഖ്യം 6ാമത് ഫിനിഷ് ചെയ്തപ്പോൾ ഇളവേനിൽ സന്ദീപ് സിംഗ് ജോഡി എത്തിയത് 12ാം സ്ഥാനത്ത്.
10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മത്സരിച്ച സർബ്ജോത് സിംഗിനും അർജുൻ ചീമയ്ക്കും ഫൈനലിൽ ഇടം പിടിക്കാനായില്ല. റോവിംഗിൽ ബൽരാജ് പൻവാറിന് നേരിട്ട ക്വാർട്ടറിനും യോഗ്യത നേടാനായില്ല. ഹീറ്റ്സിൽ 4ാം സ്ഥാനത്തായ ബൽരാജ നാളെ റപ്പഷെ റൗണ്ടിൽ മത്സരിക്കും. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യവും ജയത്തോടെ തുടങ്ങി. സ്പോർട്സ് ഡെസ്ക് 24. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുൻ 12ാം ദിവസവും കാണാമറയത്ത്. ശക്തമായ അടിയൊഴുക്കിനെ അവഗണിച്ച് ഗംഗാവലി പുഴയിലിറങ്ങിയ സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപ്പയ്ക്കും കാര്യമായ സൂചന ലഭിച്ചില്ല. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ശാസ്ത്രീയ പരിശോധന നടത്തിയ സംഘം റിപ്പോർട്ട് നൽകി. ഡ്രഡ്ജിങ്ങിന് സാധ്യത തേടുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. കുത്തിയൊഴുകുന്ന ഗംഗാവാലിപ്പുഴ. നേവിയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡൈവേഴ്സിനും കീഴടക്കാൻ പറ്റാത്ത കുത്തൊഴുക്ക്. പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്കാണ് രക്ഷാദൌത്യം ഏറ്റെടുത്ത് ഉടുപ്പിക്കാരൻ ഈശ്വർ മാൽപ്പയും സംഘവും എത്തിയത്. അപകടം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. സ്വന്തം റിസ്കിൽ ദൌത്യത്തിന് തയ്യാറാണെന്ന് ഈശ്വർ മാൽപ്പെ. ഉച്ചയോടെ MLA ഉൾപ്പെടെയുള്ള സംഘം പുഴയിലെ മൺകൂനയിലേക്ക്. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ മൺകൂനയോട് ചേർന്നാണ് ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. ഒഴുക്കും അടിയൊഴുക്കും ആഴവും തിരിച്ചറിയാൻ മാൽപ്പയുടെ ആദ്യ ഡൈവ്. രണ്ടാമത് ഡൈവ് ചെയ്തത് 15 മിനിറ്റിന്റെ ഇടവേളയിൽ. കയർ ബന്ധിക്കാനുള്ള സ്ഥലം ഉറപ്പിച്ച് തിരികെ കയറി. പക്ഷേ 3ാമത്തെ ഡൈവ് കണക്കുകൂട്ടിയതുപോലെ ആയില്ല. ശക്തമായ അടിയൊഴുക്ക് മാൽപ്പയുടെ സുരക്ഷയ്ക്കുള്ള കയറിന്റെ കെട്ടഴിച്ചു. ഒഴുക്കിൽപ്പെട്ട മാൽപ്പെ ആശങ്കയുടെ മിനിറ്റുകൾ കടന്ന് 100 മീറ്റർ മാറിയാണ് പൊങ്ങിയത്. പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന നാവിക സംഘം മാൽപ്പയെ രക്ഷിച്ച് മൺതിട്ടയിലെത്തിച്ചു. പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഈശ്വർ മാൽപ്പെ 7 തവണ ഗംഗാവാലിയിൽ ഊളിയിട്ടു. പക്ഷേ അർജുനിലേക്കോ അർജുന്റെ ലോറിയിലേക്കോ വെളിച്ചം വീശുന്ന സൂചനകളൊന്നും ലഭിച്ചില്ല. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും പാറകളും ചെളിയുമെല്ലാം വെല്ലുവിളിയെന്ന് MLA സതീഷ് കൃഷ്ണ സെയിൽ. He has made 4 lines. Yeah, almost he has completing, but because of water speed, he also cannot reach. For that, we are trying to make this alternate arrangement if possible. മാർക്ക് ചെയ്ത മുഴുവൻ സ്ഥലവും ഇന്ന് പരിശോധിച്ചു. ഇരുട്ടിന് കനം വെച്ചതോടെയാണ് മാൽപ്പെ സംഘം കരയ്ക്കു കയറിയത്. ദൌത്യം അവസാനിപ്പിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ. ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിന്റെ ഭാഗത്തുണ്ടാക്കി. പ്രതികൂല സാഹചര്യത്തിലും പുഴയിലിറങ്ങാൻ ഒരാൾ തയ്യാറായതിൽ ആശ്വാസമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് അവരിറങ്ങിയ മുതൽ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യം അനുകൂലമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്പോട്ട് 4ൽ തന്നെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ M ഇന്ദ്രബാലൻ. ലോറിക്ക് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുണ്ടാകാം. ചെളിയിൽ പൂഴുന്ന നിലയിലാണ്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിശക്തമായ അടിയൊഴുക്കുള്ളപ്പോൾ പുഴയിൽ തിരച്ചിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് സാധ്യതയും ദൌത്യസംഘം തേടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. ടീം 24 ഷിരൂർ. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ ഗവർണർമാരെ നിയമിച്ചു. ഹരിഭാവു കിസൻ റാവു ബാഗ്ഡെ രാജസ്ഥാൻ ഗവർണർ എന്ന വാർത്തയോട് വരുന്നു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത്. അച്യുതൻ, ഈ കാലാവധി പൂർത്തിയായ ഗവർണർമാർക്ക് പകരമാണ് ഇപ്പോൾ പുതിയ ഗവർണർമാരെ സംസ്ഥാനങ്ങളിലേക്ക് നിയമിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, കാലാവധി തീരുന്നതും ഇതിൽ ചിലർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ
ഗവർണർമാരെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിയമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചുമതല കൈമാറ്റവും വന്നിട്ടുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹരിബാബു കിഷൻ റാവുവിനെ രാജസ്ഥാൻ ഗവർണറായി നിയമിച്ചു. ജിഷ്ണുദേവ് വർമ്മയെ തെലങ്കാന ഗവർണറായി, ഓം പ്രകാശ് മാത്തൂർ സിക്കിം ഗവർണറായും സന്തോഷ് കുമാർ ഗാംഗ്വറിനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു. അതേസമയത്ത് ജാർഖണ്ഡ് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്ര ഗവർണറായി കൂടി നിയമിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ ഇനി ജാർഖണ്ഡിന്റെ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വർ ആയിരിക്കും, എന്നാൽ മഹാരാഷ്ട്രയുടെ സി പി രാധാകൃഷ്ണനായിരിക്കും. രമൺ ദേക്കയെ ഛത്തീസ്ഗഡ് ഗവർണറായി നിയമിച്ചിട്ടുണ്ട്. മേഘാലയയുടെ ഗവർണറായി CH വിജയശങ്കറിനെയും ചുമതല നൽകി. മറ്റൊന്ന് അസ്സാം ഗവർണറായി ഗുലാബ് ചന്ദ് കട്ടാരിയെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പഞ്ചാബിന്റെ അതുപോലെ തന്നെ ചണ്ഡീഗഡിന്റെ കൂടി ചുമതലയിലേക്ക് വരും. അതേസമയത്ത് പുതിയ ആസാം ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നത് ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ്. നിലവിലുണ്ടായിരുന്ന ഗുലാബ് ചന്ദ് കട്ടാരിയെയാണ് ഇപ്പോൾ പഞ്ചാബ് ഗവർണറായി നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല ഈ അസം ഗവർണറായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് അഡീഷണൽ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അത് മണിപ്പൂർ ഗവർണറിന്റെ ഒരു ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങനെ പുതിയ ഗവർണർമാരുടെ നിയമനവും അവർക്ക് കൂടുതൽ ചുമതലയും ഈ നിലവിലെ പട്ടിക പ്രകാരം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രജിൻ, ശരി, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ ഗവർണർമാരെ നിയമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആർ അച്യുതനാണ് വാർത്ത ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്. അർജുന് വേണ്ടി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താൻ സ്വമേധയാ രംഗത്തെത്തിയ ഈശ്വർ മാൽപേ ആരാണ്? മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഈ 48-കാരൻ കർണാടകയിലെ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാദൌത്യത്തിന് എത്താറുണ്ട്. മാൽപയുടെ കഥ അറിയാം. ഈശ്വർ മാൽപേ 48 വയസ്സ്. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ച് തെരച്ചിലിനെത്തിയ വ്യക്തിയെ പേര് പോലെ തന്നെ ഈശ്വര തുല്യനായി തന്നെയാണ് കർണാടകത്തിലുള്ളവർ കാലങ്ങളായി കണക്കാക്കുന്നത്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് പുഴയിലും കടലിലുമൊക്കെ മുങ്ങിത്താഴുകയായിരുന്ന 20-ലധികം പേരെയാണ് ഈശ്വർ മാൽപേ രക്ഷിച്ചിട്ടുള്ളത്. 200-ലധികം പേരുടെ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുമുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപേ ബീച്ചിനടുത്ത് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് കഴിയുന്നത്. ഈശ്വറിന്റെ 3 കുട്ടികളും അംഗപരിമിതരാണ്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള 7 വയസ്സുകാരിയായ ബ്രഹ്മിക്ക് നടക്കാനെങ്കിലുമാകാൻ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകാനാണ് ഈശ്വർ മാൽപേ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിസ്വാർത്ഥമായ ഈശ്വരന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ പൂർണ്ണ പിന്തുണയാണുള്ളത്. തന്റെ ജോലിയുടെ കൃത്യതയും സാങ്കേതികത്വങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപേ സ്കൂബ ഡൈവിംഗിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്കൊരുങ്ങിയ നിരവധി പേരെ മാൽപേ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കാർവാറിലും പരിസരങ്ങളിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വരനെയാണ്. വെള്ളത്തിനടിയിൽ 3 മിനിറ്റ് സമയത്തോളം ഈശ്വരന് ശ്വാസം പിടിച്ചു നിൽക്കാനാകും. ഓക്സിജൻ കിറ്റ് കൂടാതെ തന്നെ പല മൃതദേഹങ്ങളും ഈശ്വർ മാൽപേ കരക്കെത്തിച്ചിട്ടുമുണ്ട്. പല സന്നദ്ധ സംഘടനകളും മാൽപേയുടെ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ കിറ്റുകളടക്കം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.